ഇന്ന് നമ്മൾ പരിശോധിക്കുന്നു. വേണ്ടാത്തിടത്ത് ക്യാമറയുമായി യൂട്യൂബുകാർ കടന്നു. ഇന്നെന്തെങ്കിലും നടക്കും. സ്വകാര്യത വേണമെന്ന് ചന്തുവോ സലീംകുമാറോ ആരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളവരല്ലെന്നേ. അതല്ല ഞാൻ പറഞ്ഞ ചന്തു എന്തിനു റിയാക്ട് ചെയ്യണം? ബെസ്റ്റ് വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ഇവിടെ എല്ലാ നടികളും മരിക്കുമ്പോഴും നടന്മാരും മരിക്കുമ്പോഴും ഇതേ സാധനം നടന്നുകൊണ്ടിരിക്കും. വിഷമം അടിച്ച് നിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. സ്വന്തം അച്ഛൻ മരിച്ചടക്കാൻ പ്രതികരിക്കത്തില്ലേ? കുറച്ചുകൂടെ വൃത്തിക്ക് ഞാൻ പറഞ്ഞുതരാം. നിനക്ക് തലക്ക് വല്ല പ്രാന്തണ്ട പ്രാഞ്ചേ. ആങ്കർ അങ്ങോട്ട് മാനേജ് ചെയ്തിട്ട് അങ്ങോട്ട് ചെന്ന് അവരോടൊന്ന് മാറി നിൽക്കൂ. അല്ല, അറിയാൻ വയ്യാണ്ട് ചോദിക്കാം, തനിക്കിത് എന്തിന്റെ കുത്തിക്കഴപ്പാ? അജു പറഞ്ഞ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ അപ്പനും അമ്മയെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കുന്നുണ്ട്. ഒരു അടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരിയേട്ടാ. എനിക്ക് വേണ്ടപ്പെട്ടവരെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഈ പുള്ളിക്കുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അപ്പൻ ചത്താലും കുഴപ്പമില്ല, അമ്മ ചത്താലും പറഞ്ഞാ വന്നാ വീഡിയോ എടുത്തു. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. കണ്ടോ? ഇവിടെ ഇരുന്ന് കാണിച്ച കണ്ടോ? ഇതാണ് മീഡിയയുടെ കുഴപ്പം. ഇയാൾ അവതരിപ്പിക്കുന്നതല്ല ഇങ്ങനെയാ. ഒരു കാര്യം വെറുതെ സാറൂട്ടും പുറകിലൊന്നും അല്ല. ഞാൻ പറഞ്ഞ എന്തുവാ? വീട്ടില് ഒരു കുഴപ്പമില്ലെന്നാ പറയാ. ഒരെണ്ണം കൊടുത്തിട്ട് മറുപടി പറയാൻ അറിയാൻ പാടില്ലെങ്കിട്ടല്ല, പക്ഷെ ഞാനൊരു മാന്യനായി പോയില്ലേ? ആര് പറയും? ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. എവിടാണേലും വൃത്തികെട്ടവന്മാർ എന്താടാ ഇത്? വന്ന് കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയടാ. നേരെ ഇരുന്ന് കള്ളം പറയുന്നു. നീ കൊള്ളാലോ. അതന്നെ റിലാക്സ് ആവും. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഇവൻ പറഞ്ഞോ. എടാ ചെണ്ടി അടിച്ചിട്ട് മുഖത്ത് ഷേപ്പ് ചെയ്യാൻ മാറ്റും. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ഏതായാലും ഇതൊരു നല്ല അനുഭവല്ലേ. നേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു.